നമ്മൾ അധികം ആൾക്കാരും വിചാരിച്ചിരിക്കുന്നത് നമ്മളുടെ മുടി ഇങ്ങനെ ലൈഫ് ലോങ് വളർന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. എന്നാൽ അങ്ങനെയല്ല. മുടിക്ക് ഒരു ലൈഫ് സ്പാൻ ഉണ്ട്. അതായത് ഒരു 4 സ്റ്റേജിൽ കൂടെയാണ് മുടിയുടെ ഗ്രോത്ത് കടന്നു പോകുന്നത്. അപ്പൊ നമുക്ക് അതെന്തൊക്കെയാണെന്ന് നോക്കാം. അതുപോലെ തന്നെ മെയിൻ ആയിട്ട് മുടിയെ ബാധിക്കുന്ന കോമൺ പ്രോബ്ലംസ് എന്തെന്നാന്ന് നോക്കാം. അതുപോലെ തന്നെ നമുക്ക് വീടുകളിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് റെമഡീസും ഞാൻ ഈ വീഡിയോയിൽ കൂടി ഷെയർ ചെയ്യുന്നുണ്ട്. ഞാൻ ജിജി. ഇനി നമുക്ക് നോക്കാം ഈ മുടിയുടെ ഗ്രോത്തിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്ന 4 ഫേസസ് ഏതൊക്കെയാണെന്ന്. ഒന്ന് അനാഗൻ ഫേസ് എന്ന് പറയും. ഇത് 2 വർഷം തൊട്ട് 6 വർഷം വരെ നീണ്ടു നിൽക്കുന്നു. അതായത് ഒരു മുടി ആക്റ്റീവായിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ 2 വർഷം തൊട്ട് 6 വർഷം വരെയാണ്. അത് ഓരോ ആൾക്കാരിലും വ്യത്യസ്തമാണ്. ഹെറിഡിറ്ററി ഫാക്ടറും അതുപോലെ നമ്മുടെ ഹെൽത്ത് ലെവലും ഏജും ഒക്കെ അനുസരിച്ചിട്ട് ഇതിന്റെ ആ ഒരു ഡ്യൂറേഷനിൽ വ്യത്യാസമുണ്ട്. ഈ 2 തൊട്ട് 6 വർഷം വരെ നല്ല ആക്റ്റീവായിട്ട് ഹെയർ ഗ്രോത്ത് ആവുകയും ചെയ്യും. അതുപോലെ തന്നെ നല്ല വെക്കുകയും ചെയ്യും. അങ്ങനെ നീണ്ട ഹെയർ ഉള്ള ആളുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഹെയറിന്റെ ലൈഫ് സ്പാൻ ആ സമയത്തുള്ള ആ ഒരു അനാഗൻ ഫേസിലുള്ള ആ ഡ്യൂറേഷൻ നമ്മളുടെ ഹെയറിന് കൂടുതലാണെന്നാണ് നമ്മളത് മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ കാറ്റഗൻ ഫേസ് എന്ന് പറയും. അതായത് അവിടെ നമ്മുടെ മുടിയുടെ വളർച്ച സ്റ്റോപ്പ് ആവുകയാണ്. പിന്നെ അവിടുന്ന് മുടി വളരുന്നില്ല. അവിടെ അങ്ങ് നിലയുറപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതൊരു 2 ആഴ്ച തൊട്ട് 4 ആഴ്ച വരെ നീണ്ടു നിൽക്കും. ആ സമയത്ത് മുടിക്ക് മറ്റു ഹെൽത്ത് പ്രോബ്ലം ഒന്നും ഉണ്ടാകത്തില്ല. പക്ഷെ മുടിയുടെ വളർച്ച അവിടെ നിന്ന് പോകുന്ന ഒരവസ്ഥയാണ്. ഇനി മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ടെലോഗൺ ഫേസ് എന്നാണ് പറയുന്നത്. അതൊരു റെസ്റ്റിംഗ് ഫേസ് ആണ്. അതൊരു 3-4 മാസം വരെ അങ്ങനെ നിൽക്കും. ആ സമയത്ത് പ്രത്യേകിച്ച് ഒട്ടും തന്നെ വളർച്ചയില്ല. തന്നെയല്ല മുടിക്ക് പുതിയ മുടിയിഴകൾ രൂപപ്പെടാനുള്ള വർക്കുകൾ ഉള്ളിൽ നടക്കുകയും ചെയ്യും. ഇനി ലാസ്റ്റ് സ്റ്റേജ് ആണ് എക്സോജൻ ഫേസ് എന്ന് പറയുന്നത്. ഈ സമയത്ത് നമ്മളുടെ പഴയ മുടി പതിയെ പതിയെ ഊർന്നു പോവുകയും പുതിയ മുടി അവിടുന്ന് അപ്പോൾ തന്നെ കിളിർത്ത് വരികയും ചെയ്യും. ഏതാണ്ട് നമ്മുടെ സ്കാൽപ്പിലുള്ള ഒരു 10% മുടിയും ഈ ഒരു സ്റ്റേജിലായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ 50 തൊട്ട് 100 മുടി വരെ ഒരു ദിവസം കൊഴിഞ്ഞു പോയി എന്നോർത്തിട്ട് നമ്മൾ അധികം വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ മുടിയുടെ ലൈഫ് സ്പാനെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് അറിഞ്ഞിരുന്നാൽ നമുക്ക് അങ്ങനെ ഒരു ടെൻഷന്റെ കാര്യം വരുന്നില്ല. ഇനി മെയിൻ ആയിട്ട് നമ്മുടെ ഹെയറിനെ ബാധിച്ചേക്കാവുന്ന ചില കോമൺ പ്രോബ്ലംസ് ആണ് നമ്മൾ ചർച്ച ചെയ്തത്. ഹെയർ ഫോൾ ആണ് മെയിൻ ആയിട്ട്. സ്ട്രെസ് കൊണ്ട് ഹെയർ ഫോൾ വരാം. അതുപോലെ തന്നെ ബാലൻസ്ഡ് ഡയറ്റ് എടുക്കാത്തവർക്ക് അങ്ങനെ വരാം. അതുപോലെ തന്നെ ചില ഹോർമോണൽ ചേഞ്ചസ് കൊണ്ട് നമുക്ക് മുടി കൊഴിച്ചിൽ ഉണ്ടായേക്കാം. അപ്പൊ ഇതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് റെഗുലർ ആയിട്ട് നമ്മൾ ഓയിൽ മസാജ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ ഇത് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി പിന്നെ അടുത്ത പ്രശ്നം എന്ന് പറഞ്ഞാൽ ഡാൻഡ്രഫ് ആണ്. ഒരുപാട് പേരെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് ഡാൻഡ്രഫ്. വൈറ്റ് പൗഡേഴ്സ് ഇങ്ങനെ സ്കാൽപ്പിൽ നിന്ന് ഇളകി വരുന്ന ഒരവസ്ഥ. അതുപോലെ തന്നെ ഫംഗൽ ഇൻഫെക്ഷൻസ്, അതുപോലെ ഡ്രൈ സ്കാൽപ്പ്, ഇതെല്ലാം ആൾക്കാരെ അലട്ടുന്ന പ്രശ്നമാണ്. അതുപോലെ തന്നെ സ്പ്ലിറ്റൻസ്, മുടി പൊട്ടിപ്പോവുക അല്ലെങ്കിൽ വിണ്ട് കീറി നിൽക്കുന്ന ഒരവസ്ഥ. ഇത് കൂടുതലും ഡ്രൈ ഹെയറിലാണ് സംഭവിക്കുന്നത്. അപ്പൊ അതിനൊരു റെമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു 2 മാസമൊക്കെ കൂടുമ്പോഴത്തേക്ക് ഒരു 6 തൊട്ട് 8 വീക്ക് വരെയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മളുടെ മുടിയുടെ അറ്റം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കാം. അത് ഫ്രീസി ആയിട്ടുള്ള ഹെയർ ആണ്, ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഹെയർ ആണ്. ഇതും ഇതുപോലെ തന്നെ നമുക്കൊരു ഡീപ്പ് കണ്ടീഷനിങ് കൊടുത്തുകൊണ്ടും ഓയിൽ മസാജിങ് കൊടുത്തുകൊണ്ടും അതുപോലെ തന്നെ നല്ല സിറംസ് യൂസ് ചെയ്തുകൊണ്ടും ഒക്കെ നമുക്ക് ഒരു പരിധി വരെ ഇതിനെ പരിഹരിക്കാവുന്നതാണ്. പിന്നെ ഉള്ളത് പ്രിമച്വർ ഗ്രേയിങ് ആണ്. പാർലറിൽ ഒരുപാട് പേര് വന്ന് പറയുന്ന ഒരു പ്രശ്നമാണ് പ്രിമച്വർ ഗ്രേയിങ്. ഇത് പല കാരണങ്ങൾ കൊണ്ടാണ് സംഭവിക്കുന്നത്. ഒന്ന് സ്ട്രെസ് കൊണ്ട് വരുന്നുണ്ട്, പിന്നെ ജനറ്റിക് ആയിട്ടും പലരിലും ഇത് കണ്ടുവരുന്നുണ്ട്. പിന്നെ ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ ഡെഫിഷ്യൻസിയാണ്. അത് നമുക്ക് വൈറ്റമിൻ B12 സപ്ലിമെന്റ് എടുക്കുന്നത് വഴി ഒരു പരിധി വരെ പരിഹരിക്കാനായിട്ട് സാധിക്കും. ഇനി ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഉള്ള പരിഹാരം നമ്മുടെ വീട്ടിൽ തന്നെയുണ്ട്. അലോവേരയുടെ ജെല്ലും കോക്കനട്ട് ഓയിലും കൂടി മിക്സ് ചെയ്ത മിശ്രിതം നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു 30 മിനിറ്റ് കഴിയുമ്പോൾ കഴുകി കളഞ്ഞാൽ നമുക്ക് ഈ ഹെയർ ഫോൾ ഒരു പരിധി വരെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒനിയൻ ജ്യൂസ് അപ്ലൈ ചെയ്തിട്ട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് വാഷ് ചെയ്താൽ നമുക്ക് ഇത് നിയന്ത്രിക്കാൻ സാധിക്കുന്നതാണ്. ഡാൻഡ്രഫിന് നമുക്ക് ലെമണും കേടും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 20 മിനിറ്റ് തലയിൽ വെച്ചിട്ട് വാഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു റിലീഫ് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ടീ ട്രീ ഓയിൽ നമ്മൾ കുളിക്കാൻ ഉപയോഗിക്കുന്ന ഷാമ്പൂവിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്താലും നമുക്ക് അതിനൊരു നല്ല പരിഹാരം കണ്ടെത്താനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ ഉള്ളത് ഡ്രൈ ഹെയർ ആണ്. ഈ ഡ്രൈ ഹെയറിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഹോട്ട് ഓയിൽ മസാജിങ്ങുകളാണ്. കോക്കനട്ട് ഓയിലോ ഒലീവ് ഓയിലോ നമുക്ക് എടുത്ത് നമുക്ക് ചൂടാക്കിയിട്ട് നമ്മൾ ഹോട്ട് ഓയിൽ ട്രീറ്റ്മെന്റിനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ മുട്ടയും
തൈരും കൂടെ ചേർന്നിട്ടുള്ള മിശ്രിതം ഒരു മാസ്ക് ആക്കി എടുത്തിട്ട് നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇത് ഡ്രൈ ഹെയറുകാർക്ക് നല്ല ഒരു മാസ്ക് ആണ്. ഇനിയുള്ളത് പ്രിമച്വർ ഗ്രേയിങ് ആണ്. പ്രിമച്വർ ഗ്രേയിങ്ങിന്റെ നമ്മൾ പല കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ ഒരു പരിധി വരെ സാധിക്കും നമ്മളുടെ കറിവേപ്പില കൊണ്ട്. കറിവേപ്പില കോക്കനട്ട് ഓയിലാക്കി ബോയിൽ ചെയ്തെടുത്തിട്ട് ആ ഓയിൽ നമുക്ക് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ ഗ്രേയിങ്ങിന് നമുക്ക് കൺട്രോൾ ലഭിക്കുന്നതാണ്. ഇപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് നമ്മളുടെ ഹെയറിന്റെ ഗ്രോയിങ് സ്റ്റേജിനെ കുറിച്ച് പറഞ്ഞു, അതുപോലെ മുടിക്കുണ്ടായേക്കാവുന്ന പ്രശ്നങ്ങൾ പറഞ്ഞു, അതിനെ നമ്മൾക്ക് ഒരു പരിധി വരെ നിയന്ത്രിക്കാവുന്ന ഹോം റെമഡീസും പറഞ്ഞു. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. ഇതുപോലെ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള അടിപൊളി വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ താൽക്കാലികമായി വിട പറയുന്നു. നിങ്ങളുടെ സ്വന്തം ജിജി എബ്രഹാം.